ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് പാല് വെച്ചിട്ടും അതുപോലെ തേങ്ങാപ്പാൽ വെച്ചിട്ടൊക്കെ പായസം ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. കിടില ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഉപ്പുമാവൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരമണിക്കൂർ സോക്ക് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. അരമണിക്കൂർ സോക്ക് ചെയ്താൽ ഒന്നുകൂടി ബെറ്ററാവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് സെയിം ഗ്ലാസ് എല്ലാം ഈ ഒരു സെയിം ഗ്ലാസ്സിനാട്ടോ കാണിക്കുന്ന ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലും കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ. അടി പിടിക്കുന്നൊക്കെ പേടിയുള്ള ചില കുക്കർ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കുന്നൊക്കെ പേടിയുള്ളവർക്ക് ഒരു ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സാണ് ടോട്ടൽ എടുത്തത്. ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും. എന്നിട്ട് ഇതൊരു 3 വിസിൽ, 2 അല്ലെങ്കിൽ 3. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു വലിയ 6 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 6 7 നിങ്ങൾക്ക് എടുക്കാം, മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ 6 ശർക്കര അവിടെ 1 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3ാമത്തെ വിസിലും വന്ന് ഞാൻ പ്രഷറൊക്കെ കംപ്ലീറ്റ്ലി പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ആക്കിയത്. മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കുക, എന്നാലേ കറക്റ്റ് കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ. ഇനി നമുക്കിതൊരു പായസം ഏതിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്കിത് മാറ്റാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേഗം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം 1 ഗ്ലാസ് പാലായിരുന്നല്ലോ എടുത്തിരുന്നത്. അപ്പോൾ ടോട്ടൽ 4 ഗ്ലാസ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കട്ടകളൊക്കെ ഉടച്ചെടുത്ത ശേഷം ബാക്കി പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്, അഥവാ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാക്കറ്റ് പാലെന്ന് പറയുമ്പോൾ ആദ്യം 1 ഗ്ലാസ് ഞാൻ വേവിക്കുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള 3 ഗ്ലാസ് പാൽ, അങ്ങനെ ടോട്ടൽ 4 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതെല്ലാം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 5 ഏലക്കായ ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് വേവിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വന്ന് ഒന്നുകൂടെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല കട്ടിയുള്ള 2 ഗ്ലാസ്, ആ സെയിം ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ്സാണ് കേട്ടോ. നല്ല കട്ടിയുള്ള 2 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ പാലിൽ വേവിച്ചെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് 2ാം പാലിൽ വേവിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത്രയും തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ കുറേ പണിയാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കൂടുതൽ നേരം തിളപ്പിക്കരുത്, നിങ്ങൾക്കറിയാലോ. ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെയ്യിൽ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യിൽ തേങ്ങ കൊത്തിട്ടിട്ട് വറവിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഏലക്കായ ഇട്ട് കൊടുത്ത സമയത്ത് ചുക്ക് ജീരകമൊക്കെ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. എന്നിട്ട് അത് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഇതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. താങ്ക്